ഡോൾബി സറൗണ്ട് ഓഡിയോ, DTS സറൗണ്ട് ഓഡിയോ തുടങ്ങിയ ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല സമയങ്ങളിലായി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ സറൗണ്ട് ഓഡിയോ എന്ന ആശയം, ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ നിലവിൽ വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ സിനിമാ രംഗത്ത് നിലവിലുണ്ടായിരുന്നു. അവയെല്ലാം അനലോഗ് രൂപത്തിലുള്ള സറൗണ്ട് ഓഡിയോ ഫോർമാറ്റുകളായിരുന്നു. ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഡിജിറ്റൽ സറൗണ്ട് ടെക്നോളജി പരിചയപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോയെ മാത്രമായി ഫോക്കസ് ചെയ്ത് പ്രതിപാദിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സറൗണ്ട് ഓഡിയോ ഈയൊരു കാലഘട്ടം മുതൽ ഉണ്ടായതാണെന്ന തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സിനിമാ മേഖലയിലുള്ള സറൗണ്ട് ഓഡിയോയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചലച്ചിത്രം എന്ന മാധ്യമം കണ്ടുപിടിക്കപ്പെട്ട ആദ്യ കാലഘട്ടം, ആ സമയത്ത് ആ മാധ്യമത്തിലേക്ക് ശബ്ദത്തെ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല. ശബ്ദത്തെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്ന വിപ്ലവകരമായ ആശയം, ആ ആശയത്തിന്റെ പ്രാരംഭ കാലഘട്ടമായിരുന്നു അത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള നിരവധി ശ്രമങ്ങളാണ് നടന്നത്. 1877-ൽ തോമസ് ആൽവ എഡിസൺ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോണോഗ്രാഫ് എന്ന ഒരു ഉപകരണം കണ്ടുപിടിച്ചു. ആ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു ഇത്. മനുഷ്യന്റെ ശബ്ദം അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദം, ഇവ റെക്കോർഡ് ചെയ്യാൻ സാധാരണയായി ഒരു വലിയ കോണിക്കൽ ഹോണുകളാണ് ഉപയോഗിച്ചത്. കോണിക്കൽ ഹോണിന്റെ വിസ്തൃതിയുള്ള ഭാഗം, ആ ഭാഗത്ത് ഒരു ശബ്ദമുണ്ടാക്കുന്നു എന്ന് കരുതുക. ഈ ശബ്ദം അതിനകത്തുള്ള വായുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. ഈ ഹോണിന്റെ വിസ്തൃതി കുറഞ്ഞ അറ്റത്ത് ഒരു ഡയഫ്രമുണ്ട്. ഈ ഡയഫ്രത്തിൽ ഒരു സ്റ്റൈലസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശബ്ദ തരംഗങ്ങൾ ഈ ഹോണിലൂടെ സഞ്ചരിച്ച് ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിക്കും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് നമ്മളുണ്ടാക്കിയ ശബ്ദത്തിന് തുല്യമായിരിക്കും. ഇതുപോലുള്ള ഒരു സിലിണ്ടറും ഈ യന്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഈ സിലിണ്ടർ ടിൻ ഫോയിലിന്റെ നേർത്ത പാളി ഉപയോഗിച്ച് പൊതിഞ്ഞതായിരിക്കും. ഈ സിലിണ്ടറിന്റെ ആരംഭ ഭാഗത്ത് ഈ സ്റ്റൈലസ് നീക്കിവെക്കുന്നു. ഡയഫ്രത്തിൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റൈലസും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ സിലിണ്ടറിനെ ആവരണം ചെയ്തിരിക്കുന്ന ടിൻ ഫോയിലിന്റെ പാളിയിൽ വൈബ്രേഷന് തുല്യമായ ഒരു ചാൽ സൃഷ്ടിക്കപ്പെടും. ഈ സിലിണ്ടർ നിശ്ചലമായി നിൽക്കുകയല്ല ചെയ്യുന്നത്. റെക്കോർഡിംഗ് ആരംഭിക്കുമ്പോൾ ആരംഭസ്ഥാനത്തുള്ള സിലിണ്ടർ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് കറങ്ങാൻ ആരംഭിക്കും. സിലിണ്ടറിനെ കറക്കുവാനായി ഒരു ഹാൻഡിലും ഉണ്ടാകും. ഹാൻഡിൽ തിരിക്കുമ്പോൾ സിലിണ്ടർ കറങ്ങുകയും വളരെ സാവധാനത്തിൽ മറുവശത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു. സ്റ്റൈലസ് ടിൻ ഫോയിലിൽ അമർന്നു നിൽക്കുന്നതുകൊണ്ട് ശബ്ദം സൃഷ്ടിക്കുന്ന വൈബ്രേഷന് തുല്യമായ അളവിൽ ടിൻ ഫോയിലിനെ മുറിച്ചുള്ള ഒരു ചാൽ ഉണ്ടാക്കുന്നു. ശബ്ദത്തിനൊപ്പം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റൈലസ് വളരെ ചെറുതായി മുകളിലേക്കും താഴേക്കും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൈലസ് ടിൻ ഫോയിലിൽ ഉണ്ടാക്കുന്ന മുറിവ് ശബ്ദത്തിന്റെ വൈബ്രേഷന് തുല്യമായ ആകൃതിയുള്ളതായിരിക്കും. റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരികെ പ്ലേ ചെയ്യാൻ വേണ്ടി സിലിണ്ടർ ആദ്യ സ്ഥാനത്തേക്ക് തന്നെ നീക്കിവെക്കണം. എന്നിട്ട് ആ ചാലിലേക്ക് മറ്റൊരു സ്റ്റൈലസ് വെച്ചുകൊണ്ട് സിലിണ്ടർ വീണ്ടും കറക്കുകയാണെങ്കിൽ ചാലിന്റെ ആകൃതിക്ക് തുല്യമായ അളവിൽ സ്റ്റൈലസ് ചലിക്കുന്നതുകൊണ്ട് സ്റ്റൈലസുമായിട്ട് ബന്ധപ്പെട്ട ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും കോണിക്കൽ ഹോണിനകത്തുള്ള വായുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും അതോടെ ശബ്ദം നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. ഫോണോഗ്രാഫ് എന്ന ഈ ഉപകരണം വളരെ ലളിതമാണെങ്കിലും ഈ യന്ത്രം പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് സിലിണ്ടറിന്റെ ചലനം വളരെ കൃത്യമാക്കേണ്ടതുണ്ടായിരുന്നു. സിലിണ്ടറിന്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന ടിൻ ഫോയിൽ പലപ്പോഴും കീറിപ്പോകാനും തുടങ്ങി. അങ്ങനെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും അദ്ദേഹത്തിന്റെ 2 കൂട്ടാളികളും ചേർന്ന് എഡിസന്റെ ടിൻ ഫോയിൽ ഫോണോഗ്രാഫ് കുറച്ചുകൂടി പരിഷ്കരിച്ചു. ടിൻ ഫോയിലിന് പകരം മെഴുക് ഉപയോഗിക്കാമെന്ന് അവർ കണ്ടെത്തി. പക്ഷേ സിലിണ്ടർ ഉപയോഗിച്ചുള്ള ഇത്തരം റെക്കോർഡിംഗ് സംവിധാനത്തിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1880-കളിൽ എമിൽ ബെർലിനർ എന്ന ശാസ്ത്രജ്ഞൻ ഗ്രാമഫോൺ കണ്ടുപിടിക്കുകയാണ്. ഗ്രാമഫോണിൽ സിലിണ്ടറിന് പകരം ഡിസ്കാണ് ശബ്ദം രേഖപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചത്. ഡിസ്ക് റെക്കോർഡിംഗ് മെച്ചപ്പെടുത്തുന്നതിനായി പലവിധത്തിലുള്ള പരീക്ഷണങ്ങളും നടന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി അന്ന് നിലവിലുണ്ടായിരുന്നു. അന്ന് ആംപ്ലിഫയർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു.
ആംപ്ലിഫയർ കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കോണിക്കൽ ഹോണിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദ തരംഗങ്ങൾ അതേ അളവിൽ നേരിട്ട് കേൾക്കുക എന്നത് മാത്രമേ അന്ന് സാധിക്കുമായിരുന്നുള്ളൂ. ഫോണോഗ്രാഫിന്റെയും ഗ്രാമഫോണിന്റെയും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചലച്ചിത്രത്തിന്റെ വികാസവും സംഭവിച്ചത്. നിശ്ചല ചിത്രങ്ങളെ ചലിപ്പിക്കുക എന്ന ആശയത്തിന് വേണ്ടി നിരവധി ആളുകൾ പലവിധത്തിലുള്ള രീതികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. പക്ഷേ അവയൊന്നും വിജയകരമായിരുന്നില്ല. 1892 ഫെബ്രുവരി 12 ലിയോൺ ഗില്ലും ബൗളിയും ചേർന്ന് ഒരു സിനിമാറ്റോഗ്രാഫ് ഉപകരണത്തിന് പാറ്റന്റ് നേടിയിരുന്നു. ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അത് പ്രൊജക്റ്റ് ചെയ്യാനുമുള്ള ഒരു ഉപകരണമാണ് സിനിമാറ്റോഗ്രാഫ് മെഷീൻ. ഈ ഉപകരണത്തിൽ ലൂമിയർ സഹോദരന്മാർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി. ലൂമിയർ സഹോദരന്മാർ ഈ ഉപകരണത്തെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുകയും ഫെബ്രുവരി 13 അവർ സ്വന്തം ഉപകരണത്തിന് പാറ്റന്റ് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ 1895 മാർച്ച് 22 പാരീസിലെ ഒരു ചെറിയ സദസ്സിന് മുന്നിൽ ലൂമിയർ സഹോദരന്മാർ ഒരു ചലച്ചിത്ര പ്രദർശനം നടത്തി. 1895 ഡിസംബർ 28 പാരീസിലെ സലോൺ ഇന്ത്യൻ ഡു ഗ്രാൻഡ് കഫേയിൽ വെച്ച് ലൂമിയർ സഹോദരന്മാർ അവരുടെ ആദ്യത്തെ പണം വാങ്ങിയുള്ള പൊതുപ്രദർശനവും നടത്തി. അതോടെ ചലച്ചിത്രമെന്ന മാധ്യമത്തിന്റെ വികാസം ആരംഭിക്കുകയാണ്. ചലിക്കുന്ന ചിത്രങ്ങളോടൊപ്പം ശബ്ദത്തെയും സംയോജിപ്പിക്കുക എന്ന ആശയം അന്ന് പലരും ആഗ്രഹിച്ചെങ്കിലും അത് സാധ്യമായിരുന്നില്ല. ഈ ആശയത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നത് അന്ന് എളുപ്പമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. എഡിസന്റെ ഫോണോഗ്രാഫ് ആയിരുന്നു അന്ന് ശബ്ദത്തിനു വേണ്ടി നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് ഉപകരണം. 2 തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളാണ് സിനിമയിൽ ശബ്ദം ഉൾപ്പെടുത്തുക എന്ന വിഷയത്തിൽ അന്ന് സിനിമാ മേഖല അഭിമുഖീകരിച്ചത്. ഒന്നാമത്തെ പ്രശ്നം ഓഡിയോയെ വീഡിയോയുമായി സമന്വയിപ്പിക്കുക എന്നതായിരുന്നു. ഫോണോഗ്രാഫ് ഉപയോഗിച്ച് ശബ്ദത്തെ പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാൻ സാധിക്കും. പക്ഷേ സിനിമയുടെ അതേ താളത്തിലേക്ക് ശബ്ദത്തെ കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം ആംപ്ലിഫിക്കേഷൻ ആയിരുന്നു. വലിയൊരു ഓഡിയൻസിനെ സിനിമയിലെ ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ ഫോണോഗ്രാഫോ ഗ്രാമഫോണോ ഉപയോഗിച്ച് മാത്രം സാധിക്കില്ല. നിരവധി ശാസ്ത്രജ്ഞർ ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും പ്രായോഗികമായി വിജയിച്ചില്ല. അതുകൊണ്ടുതന്നെ അക്കാലത്തെ ഭൂരിഭാഗം സിനിമകളും നിശബ്ദ സിനിമകളായിരുന്നു. ആ സമയത്താണ് ഓഡിയോ മേഖലയിൽ വിപ്ലവകരമായ മറ്റൊരു കണ്ടുപിടുത്തം നടന്നത്. 1912 ലേഡി ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഓഡിയോ ആംപ്ലിഫയർ കണ്ടുപിടിച്ചു. 1907 ട്രയോഡുകളുടെ കണ്ടുപിടുത്തമാണ് ഓഡിയോ ആംപ്ലിഫയർ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചുള്ള വാൽവ് ആംപ്ലിഫയറാണ് ലേഡി ഫോറസ്റ്റ് ഉണ്ടാക്കിയത്. അതോടെ സിനിമയിൽ ശബ്ദം എന്ന ആശയം കൂടുതൽ വികസിക്കാൻ തുടങ്ങി. പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത ചെറിയ രീതിയിലുള്ള ശബ്ദ ഇഫക്റ്റുകൾ നിശബ്ദ സിനിമകൾ പ്ലേ ചെയ്യുമ്പോൾ പ്രത്യേകമായി ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ അതൊന്നും വിജയകരമായിരുന്നില്ല. അതിനിടയിൽ തന്നെ ശബ്ദത്തെ ഏതെങ്കിലും രീതിയിൽ ഫിലിമിൽ തന്നെ റെക്കോർഡ് ചെയ്യുക എന്ന ചിന്തയും ഉയർന്നു വന്നിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ വിദ്യകളെ സിനിമകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിലർ മനസ്സിലാക്കുകയും അത് ഒപ്റ്റിക്കൽ സൗണ്ട് ഓൺ ഫിലിം എന്ന സാങ്കേതിക വിദ്യയിലേക്ക് നയിക്കുകയും ചെയ്തു. 1928 ഒക്ടോബർ മാസം 27 സിനിമാ ചരിത്രത്തിലെ ഒരു വിപ്ലവ ദിവസമായിരുന്നു. അന്നാണ് ദ ജാസ് സിംഗർ എന്ന സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള ആദ്യത്തെ ശബ്ദ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. സിനിമയിലെ രംഗങ്ങളുമായി സമന്വയിപ്പിച്ച റെക്കോർഡ് ചെയ്ത സംഗീതവും ലിപ്പ് സിങ്ക്രണൈസ് ചെയ്യപ്പെട്ട ആലാപനവും ഏതാനും മിനിറ്റുകൾ അടങ്ങിയ സംസാരവും എല്ലാം അടങ്ങിയ ഒരു ഫീച്ചർ ലെങ്ത് മോഷൻ പിക്ചറായിരുന്നു ദ ജാസ് സിംഗർ. സമന്വയിപ്പിച്ച ഇൻസ്ട്രുമെന്റൽ സ്കോറും ശബ്ദ ഇഫക്റ്റുകളും അതിനു മുമ്പുള്ള പല സിനിമകളിലും കുറച്ചു ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം പശ്ചാത്തല സംഗീത രൂപത്തിൽ മാത്രമായിരുന്നു. പക്ഷേ ജാസ് സിംഗർ എന്ന സിനിമയിൽ സമന്വയിപ്പിച്ച സംസാരം ഉപയോഗിച്ചു. ഇത്തരത്തിലുള്ള സംസാരം കഷ്ടിച്ച് 2 മിനിറ്റ് മാത്രമേ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും സിനിമയിലെ കഥാപാത്രം സംസാരിക്കുന്ന ശബ്ദം അതേ ചുണ്ടനക്കത്തോടെ കേൾപ്പിക്കാൻ ജാസ് സിംഗറിന് സാധിച്ചു. എന്നാൽ സിനിമയിൽ ശബ്ദം കൊണ്ടുവരിക എന്ന മുന്നേറ്റത്തെ വിമർശിച്ച പല വ്യക്തികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് നിശബ്ദ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന പ്രശസ്തരായ പല നടന്മാരും ശബ്ദ സിനിമ എന്ന ആശയത്തോട് വിമുഖത കാട്ടിയതായിട്ട് കാണാം. അതുവരെ ഒന്നും മിണ്ടാതെ അഭിനയിച്ചിരുന്ന പല നടന്മാർക്കും സംസാരിച്ചുകൊണ്ട് അഭിനയിക്കുക എന്ന കാര്യം ചിന്തിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഉച്ചാരണ പ്രശ്നങ്ങൾ, ശബ്ദത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയോടുള്ള പേടി കാരണം നിരവധി നടന്മാർ അവരുടെ കരിയർ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. തന്റെ ഡാനിഷ് ഉച്ചാരണത്തിലെ പ്രശ്നങ്ങൾ കാരണം
അഭിനയ ജീവിതം തകർന്നതിനെ തുടർന്ന് കാൾ ഡൈൻ എന്ന നടൻ ആത്മഹത്യ ചെയ്ത സംഭവം പോലും ആ കാലഘട്ടത്തിലുണ്ടായി. സിനിമാ വ്യവസായം നിശബ്ദ സിനിമകളിൽ നിന്ന് ശബ്ദ സിനിമകളിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ കാൾ ഡൈനിന്റെ കട്ടിയുള്ള ഡാനിഷ് ഉച്ചാരണം പ്രശ്നമായി മാറി. 1930ഓടെ ഡൈൻ പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങളിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. അതേ വർഷം തന്നെ MGM കമ്പനി അദ്ദേഹവുമായുള്ള കരാർ അവസാനിപ്പിച്ചു. കാൾ ഡൈൻ മറ്റു മേഖലകളിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തകർന്ന് നിരാശനായ അദ്ദേഹം 1934 ഏപ്രിൽ മാസത്തിൽ സ്വയം വെടിയുതിർത്ത് അതിനെ തുടർന്നുണ്ടായ മാരകമായ മുറിവ് കാരണം മരണപ്പെട്ടു. ദ ജാസ് സിംഗർ എന്ന സിനിമയുടെ വിജയത്തിനു ശേഷം സിനിമാ ശബ്ദമേഖലയിൽ നിരവധി പരീക്ഷണങ്ങളാണ് നടന്നത്. അപ്പോഴേക്കും ഒപ്റ്റിക്കൽ സൗണ്ട് ഓൺ ഫിലിം എന്ന ടെക്നോളജി പ്രായോഗികമായി വിജയിക്കാൻ തുടങ്ങി. പ്രകാശത്തിന്റെ സഹായത്താൽ ഫിലിമിൽ തന്നെ ശബ്ദത്തെയും രേഖപ്പെടുത്താൻ സാധിക്കും എന്ന ഒപ്റ്റിക്കൽ സൗണ്ട് ഓൺ ഫിലിം സാങ്കേതിക വിദ്യയെ അന്നത്തെ സിനിമാ മേഖല പൂർണ്ണമായും സ്വീകരിച്ചു. ആ കാലഘട്ടത്തിൽ സിനിമയിലെ ശബ്ദത്തിനായി ഉപയോഗിച്ചത് മോണോട്രാക്ക് ഓഡിയോ ആയിരുന്നു. ഒരു ഒപ്റ്റിക്കൽ സൗണ്ട് ഓൺ ഫിലിം എന്ന ടെക്നോളജി ഉപയോഗിച്ച് ശബ്ദം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ആ കാലത്ത് 16 mm ഫിലിമുകളാണ് സിനിമാ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഇതുപോലുള്ള ഒരു ഫിലിമിലേക്ക് നോക്കുമ്പോൾ ഫിലിമിന്റെ മധ്യഭാഗത്ത് ചിത്രങ്ങളുടെ ഒരു പരമ്പരയും ഫിലിമിന്റെ ഈ ഭാഗത്ത് സ്പ്രോക്കറ്റ് സുഷിരങ്ങളും കാണാം. ഈ സുഷിരങ്ങളുടെ അടുത്ത ഭാഗത്തായി കറുത്ത പശ്ചാത്തലത്തിൽ വെളുത്ത നിറം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതുപോലെയുള്ള ഒരു ശബ്ദ തരംഗ രൂപവും കാണാം. ഇത് 2 ട്രാക്കുകൾ പോലെ കാണുന്നുണ്ടെങ്കിലും ഇതൊരു സ്റ്റീരിയോ റെക്കോർഡിംഗ് അല്ല, ഇത് മോണോ റെക്കോർഡാണ്. ഒപ്റ്റിക്കൽ സൗണ്ട് ട്രാക്ക് ശബ്ദത്തിന്റെ ഒരു അനലോഗ് രൂപമാണെന്ന് പറയാം. മൈക്രോഫോണിൽ നിന്നും ആംപ്ലിഫയർ വഴി വരുന്ന ഓഡിയോ സിഗ്നലുകളെ ചില പ്രത്യേകതരം സംവിധാനങ്ങൾ വഴി പ്രകാശ തീവ്രതയുടെ വ്യതിയാനത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് ആ പ്രകാശത്തെ ഫിലിമിലെ ഈ 2.5 mm വീതിയുള്ള ഭാഗത്തേക്ക് തിരിച്ചുവിടുന്നു. അപ്പോൾ ഇവിടേക്ക് വീഴുന്ന പ്രകാശത്തിന്റെ തീവ്രതയുടെ അളവിന് തുല്യമായ രീതിയിൽ ഫിലിമിൽ ഒരു ഭാഗം രൂപപ്പെടുന്നു. ശബ്ദത്തിന്റെ ആവൃത്തി അനുസരിച്ച് ഈ സ്ട്രിപ്പിന്റെ വീതിയിൽ വ്യത്യാസം സംഭവിക്കുന്നു. ഇക്കാരണത്താൽ ഇത് ഒരു വേരിയബിൾ ഏരിയ സൗണ്ട് ട്രാക്ക് എന്നറിയപ്പെടുന്നു. ഇതുപോലെ ഒപ്റ്റിക്കൽ രൂപത്തിലേക്ക് ഫിലിമിലേക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യാൻ പ്രധാനമായും 2 രീതികളാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. വേരിയബിൾ ഡെൻസിറ്റി രീതിയും വേരിയബിൾ ഏരിയ രീതിയും. ആ മെത്തേഡുകളെക്കുറിച്ച് വിശദമായി മറ്റൊരിക്കൽ പറയാം. ഇത്തരത്തിൽ ഫിലിമിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്ന പ്രകാശത്തെ എങ്ങനെയാണ് വീണ്ടും ശബ്ദമായി മാറ്റുന്നത്, അതിനെക്കുറിച്ചുകൂടി ലളിതമായി മനസ്സിലാക്കാം. ഫിലിം പ്രൊജക്ടർ മെഷീനിലെ എക്സൈറ്റർ ലാമ്പിൽ നിന്ന് വരുന്ന വലിയ അളവിലുള്ള പ്രകാശത്തെ ഒരു നേർത്ത വിടവിലൂടെ കടത്തിവിട്ട് ഫിലിമിന്റെ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നു. ഫിലിമിൽ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ഭാഗത്തേക്ക് വരുന്ന ഈ പ്രകാശത്തെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നു. അതായത് ഇവിടേക്ക് വരുന്ന പ്രകാശം ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിലേക്ക് പതിക്കുന്നു. അത് ഫിലിമിലൂടെയാണ് പതിക്കുന്നത്. ഇവിടെ ശബ്ദത്തിന്റെ അളവിനനുസരിച്ചാണ് ഇതിൽ പതിക്കുന്ന പ്രകാശം കടന്നു പോകുന്നത്. അപ്പോൾ പ്രകാശത്തിനും അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം സംഭവിക്കുന്നു. ഇങ്ങനെ വ്യത്യാസപ്പെടുന്ന പ്രകാശം ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വിവിധ അളവുകളിലുള്ള വോൾട്ടേജുകൾ ഉണ്ടാക്കുന്നു. അതായത് ഫിലിമിലൂടെ കടന്നുപോകുന്ന പ്രകാശം ഒരു ഫോട്ടോ സെല്ലിൽ പതിക്കുന്നു. ഫോട്ടോ സെൽ വഴി പ്രകാശത്തെ വൈദ്യുത പ്രവാഹത്തിലേക്ക് മാറ്റുന്നു. ഫോട്ടോ സെല്ലിന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവാണ് വോൾട്ടേജിന്റെ അളവിനെ നിർണ്ണയിക്കുന്നത്. ഈ സ്ട്രിപ്പിന്റെ വിശാലമായ ഭാഗങ്ങൾ കൂടുതൽ പ്രകാശം ഫോട്ടോ സെല്ലിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഫോട്ടോ സെൽ കൂടുതൽ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നു. കുറഞ്ഞ പ്രകാശം വരുന്ന സമയത്ത് കുറഞ്ഞ അളവിലാണ് കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്ത ശബ്ദം പ്രകാശത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഫിലിമിന്റെ ഈ ഭാഗത്തേക്ക് പതിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുതാര്യമായ സ്ട്രിപ്പിന്റെ വീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അതിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ അളവും മാറുന്നുണ്ട്. ഇത് ഒരു വേരിയബിൾ വൈദ്യുത പ്രവാഹത്തിനാണ് കാരണമാകുന്നത്. ഈ സിഗ്നലിനെ ഒരു പ്രീ ആംപ്ലിഫയറിലേക്ക് അയക്കുന്നു. പ്രീ ആംപ്ലിഫയർ സിഗ്നലിനെ വർദ്ധിപ്പിച്ച് ആംപ്ലിഫയറിലേക്ക് അയക്കുന്നു. ആംപ്ലിഫയർ ഈ ദുർബല സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലൂടെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റി ശബ്ദത്തെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ സൗണ്ട് സാങ്കേതിക വിദ്യയാൽ നിർമ്മിക്കപ്പെട്ട ഓഡിയോ ട്രാക്ക് റീഡ് ചെയ്തിരുന്നത് ഈ വിധത്തിലായിരുന്നു. ഈ ടെക്നോളജിയുടെ ആദ്യകാലത്ത് മോണോ റെക്കോർഡിംഗ് മാത്രമാണ് ഒപ്റ്റിക്കൽ ഓഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്.
പിന്നീടാണ് സ്റ്റീരിയോ ട്രാക്കും ഫിലിമിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. എന്നാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു സിനിമ അനുഭവം ലഭിക്കാൻ മറ്റൊരു രീതിയിലുള്ള ഓഡിയോ സംവിധാനം ആവശ്യമാണെന്ന ചിന്ത ഈ ഫീൽഡിലുള്ള പലർക്കും അന്നുണ്ടാവുകയാണ്. വാൾട്ട് ഡിസ്നിയാണ് ഈയൊരു ആശയത്തെ ശക്തമായി പിന്താങ്ങുന്നത്. അങ്ങനെ വാൾട്ട് ഡിസ്നി അദ്ദേഹത്തിന്റെ ഡിസ്നി സ്റ്റുഡിയോയിൽ വില്യം ഇ ഗാരറ്റിയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർമാരുടെ ഒരു സംഘവുമായി ഒരു ചർച്ച നടത്തുകയാണ്. സ്റ്റീരിയോഫോണിക് ശബ്ദമടിസ്ഥാനമാക്കിയുള്ള ഒരു ശബ്ദ പുനരുൽപാദന സംവിധാനം വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ അവർ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു സംവിധാനം പരിചയപ്പെടുത്തി. ഈ ടെക്നോളജിയാണ് ഫാൻഡ സൗണ്ട് എന്നറിയപ്പെട്ടത്. ഏകദേശം സറൗണ്ട് ഓഡിയോ രൂപത്തിലുള്ള ടെക്നോളജിയായിരുന്നു അത്. ഈ ടെക്നോളജി വഴി ഒന്നിലധികം ട്രാക്കുകളിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുവാനും പ്ലേബാക്ക് സമയത്ത് ഓരോ ട്രാക്കും ആംപ്ലിഫൈ ചെയ്ത് വ്യത്യസ്ത സ്പീക്കറുകളിലേക്ക് അയക്കുവാനും സാധിച്ചു. വളരെ ചലനാത്മകമായ ആഴത്തിലുള്ളൊരു ഓഡിയോ അനുഭവം സൃഷ്ടിക്കാൻ ഈ ടെക്നോളജിക്ക് സാധിച്ചുവെങ്കിലും ഇതൊന്നും എളുപ്പമായിരുന്നില്ല. 4 ഒപ്റ്റിക്കൽ സൗണ്ട് ട്രാക്കുകൾ അടങ്ങിയ ഒരു പ്രത്യേക ഫിലിമാണ് ഫാൻഡ സൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചത്. 3 ട്രാക്കുകൾ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ഓഡിയോകളെ കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചു. 4ാമത്തെ ട്രാക്കിൽ മറ്റു 3 ട്രാക്കുകളുടെയും വോളിയം ലെവലിനെ നിയന്ത്രിക്കുന്ന ടോണുകളാണ് ഉണ്ടായിരുന്നത്. തിയേറ്ററിലുടനീളം പല ഭാഗങ്ങളിലായി നിരവധി സ്പീക്കറുകൾ സ്ഥാപിച്ചിരുന്നു. ഇവയെല്ലാം വ്യത്യസ്ത രീതികളിലാണ് സജ്ജീകരിക്കപ്പെട്ടിരുന്നത്. തിയേറ്ററിന് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് സ്പീക്കറും തിയേറ്ററിന് പിൻഭാഗത്തുള്ള ഓരോ കോണിലും ഓരോ സ്പീക്കറും ഉപയോഗിച്ചു. പല വിധത്തിലുള്ള കോൺഫിഗറേഷനുകൾ ഫാൻഡ സൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ഓർമ്മിച്ച് വളരെ കൃത്യമായി സിസ്റ്റം പ്രവർത്തിപ്പിക്കുക എന്ന കാര്യം ഓപ്പറേറ്ററെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ ഒന്നായിരുന്നു. പ്രധാനപ്പെട്ട സൗണ്ട് ട്രാക്കിൽ മുൻഭാഗത്തുള്ള 3 ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫ്രണ്ട് ലെഫ്റ്റ്, സെന്റർ, ഫ്രണ്ട് റൈറ്റ് ചാനലുകൾ. പുറകിലുള്ള 2 സറൗണ്ട് ചാനലുകൾ ഫിലിമിന്റെ ഒരു പ്രത്യേക റീലിൽ റെക്കോർഡ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് വേറെ വേറെയായി പ്ലേ ചെയ്യുകയായിരുന്നു ചെയ്തത്. 1940 നവംബർ 13 ഫാൻഡ സൗണ്ട് ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ വാൾട്ട് ഡിസ്നി നിർമ്മിച്ച ആദ്യ സിനിമയായ ഫാന്റേസിയ എന്ന സിനിമയുടെ പ്രദർശനം ന്യൂയോർക്ക് നഗരത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ നടക്കുകയാണ്. ആ സിനിമ കണ്ടവർ അതിലെ ശബ്ദ സംവിധാനത്തിന്റെ മായാജാലത്തിൽപ്പെട്ട് ഒരു മാസ്മരിക ലോകത്തിലേക്ക് എത്തിയതുപോലെയായി മാറി. 9 ക്യാമറകളും 33 മൈക്രോഫോണുകളും ഈ സിനിമയുടെ റെക്കോർഡിങ്ങിന് വേണ്ടി അന്ന് ഉപയോഗിച്ചു. എല്ലാ രീതിയിലും റെക്കോർഡ് ചെയ്യപ്പെട്ട സൗണ്ട് ട്രാക്കിന് എഡിറ്റിംഗിന് മുമ്പ് 30 ലക്ഷം അടി നീളമുണ്ടായിരുന്നു. ഇവയെല്ലാം അവസാന മിക്സിൽ 4 ട്രാക്ക് നെഗറ്റീവായി ചുരുക്കിയപ്പോൾ 1,07,888 അടിയായി ചുരുങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു സിനിമ നിർമ്മിക്കാൻ വലിയൊരു തുകയാണ് അന്ന് വാൾട്ട് ഡിസ്നി ചെലവാക്കിയത്. നിർഭാഗ്യവശാൽ ആ സിനിമയുടെ ആരംഭ ഷോ പോലും അധിക നാളും നീണ്ടുനിന്നില്ല. ഫാൻഡ സൗണ്ട് നടപ്പിലാക്കുന്നതിൽ നിരവധി സാങ്കേതിക വെല്ലുവിളികളും അന്നുണ്ടായി. വീഡിയോയുമായി ഓഡിയോയെ കൃത്യമായി യോജിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവൃത്തിയായിരുന്നു. തിയേറ്ററുകളിൽ ഒന്നിലധികം സ്പീക്കറുകൾ സ്ഥാപിക്കുന്നതും അവയെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വ്യത്യസ്ത ആംപ്ലിഫിക്കേഷൻ ഉപകരണങ്ങൾ ഒരുക്കാനും എല്ലാം ദിവസങ്ങളോളം തിയേറ്ററുകൾ അടച്ചിടേണ്ടി വന്നു. ഫാൻഡ സൗണ്ടിന് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് നല്ല ചിലവുള്ള കാര്യമായിരുന്നു. ആ സമയത്താണ് 2ാം ലോക മഹായുദ്ധവും നടക്കുന്നത്. ഫാൻഡ സൗണ്ട് സിസ്റ്റം എന്നത് തിയേറ്ററുകൾക്കോ സ്റ്റുഡിയോകൾക്കോ സ്വീകരിക്കാൻ കഴിയാത്തത്ര സങ്കീർണവും ചെലവേറിയതുമാണെന്ന് ഈ മേഖലയിലുള്ളവർ മനസ്സിലാക്കുകയും അവർ ഈ ടെക്നോളജിയെ അവഗണിക്കുകയും ചെയ്തു. വാൾട്ട് ഡിസ്നിയുടെ സറൗണ്ട് ഓഡിയോ എന്ന സ്വപ്നം വ്യാവസായികമായി വിജയിച്ചില്ലെങ്കിൽ പോലും ആധുനിക സറൗണ്ട് സൗണ്ട് സിസ്റ്റങ്ങളുടെ മുൻഗാമിയായി ഫാൻഡ സൗണ്ട് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. ഫാൻഡ സൗണ്ടിന്റെ ഒന്നിലധികം ചാനലുകളുടെയും സ്പീക്കറുകളുടെയും നൂതനമായ ഉപയോഗം ഓഡിയോ ടെക്നോളജിയിലെ പിന്നീടുള്ള വികാസങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഒരുക്കിക്കൊടുത്തത്. ഫാൻഡ സൗണ്ട് ടെക്നോളജിയുടെ പരാജയത്തിനു ശേഷവും മൾട്ടിപ്പിൾ ചാനൽ ശബ്ദം എന്ന സ്വപ്നം ഒഴിവാക്കിയില്ല. വീണ്ടും അടുത്തൊരു ടെക്നോളജിയിലേക്ക് പ്രയാണം നടത്താൻ 10 വർഷത്തെ സമയമാണ് എടുത്തത്. 1950-കൾക്ക് ശേഷം സിനിരാമ എന്ന പേരിൽ പുതിയൊരു സാങ്കേതിക മുന്നേറ്റം സിനിമാ മേഖലയിൽ സംഭവിച്ചു. അതുവരെ നിലനിന്നിരുന്ന സിനിമാ സ്ക്രീൻ ഫോർമാറ്റുകളെ മാറ്റിമറിച്ചൊരു മുന്നേറ്റമായിരുന്നു അത്. 1952 ലോങ് ഐലൻഡ് ആസ്ഥാനമായുള്ള ഒരു സ്വതന്ത്ര ചലച്ചിത്ര കമ്പനിയാണ് സിനിരാമ അവതരിപ്പിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വാണിജ്യ സിനിമകളും ഏതാണ്ട് ചതുരാകൃതിയിലുള്ള 1.33:1 എന്ന റേഷ്യോ ഉപയോഗിച്ചാണ് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്ത
വ്യത്യസ്തമായി സിനിരാമയിൽ 2.59:1 എന്ന റേഷ്യോ ആണ് ഉപയോഗിച്ചത്. ഒരേ സമയം 3 റീലുകൾ ചിത്രീകരിക്കാൻ പ്രത്യേക തരത്തിലുള്ള 3 വൈഡ് ആംഗിൾ ലെൻസുകളാണ് ഉപയോഗിച്ചത്. ഇവയിലെ ഓരോ ക്യാമറയും 27 mm ഫോക്കൽ ലെങ്ത് ഉള്ളവയായിരുന്നു. ഇത് ഏകദേശം മനുഷ്യന്റെ കണ്ണുകളുടെ ഫോക്കൽ ലെങ്തിന് സമാനമായിരുന്നു. ഈ ക്യാമറകൾ ഉപയോഗിച്ച് 3 35 mm ഫിലിമുകളിലേക്കാണ് ദൃശ്യങ്ങളെ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളും സ്ക്രീനുകളും തിയേറ്ററുകളിൽ ഒരുക്കി. 3 ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത 3 ഫിലിമുകൾ പ്ലേ ചെയ്യാൻ വേണ്ടി 3 പ്രൊജക്ടറുകളാണ് ഉപയോഗിച്ചത്. 3 പ്രൊജക്ടറുകളിൽ നിന്നും വരുന്ന 3 ഫിലിമുകളിലെയും ദൃശ്യങ്ങളെ രണ്ടറ്റങ്ങൾ ഉള്ളിലേക്ക് വളഞ്ഞ രീതിയിലുള്ള വീതിയേറിയ സ്ക്രീനിലേക്ക് പ്രത്യേക അളവിൽ 3 ഭാഗത്തേക്കാണ് ഫോക്കസ് ചെയ്ത് യോജിപ്പിച്ചത്. അങ്ങനെ യോജിപ്പിച്ചപ്പോൾ 2.59:1 റേഷ്യോ ഉള്ള ഹൈ ക്വാളിറ്റിയിലുള്ള 146 ഡിഗ്രി വൈഡ് ഇമേജ് ആണ് ലഭിക്കുന്നത്. സിനിരാമ ടെക്നോളജി സിനിമയിലെ ദൃശ്യത്തെ മാത്രമല്ല മെച്ചപ്പെടുത്തിയത്, പരിപൂർണ രീതിയിലുള്ള ഒരു 7 ചാനൽ സറൗണ്ട് ഓഡിയോ ട്രാക്കും സിനിരാമ സിനിമാ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നു. ഹസാർഡി റീവ്സ് വികസിപ്പിച്ചെടുത്ത സിനിരാമ ഓഡിയോ സൗണ്ട് ട്രാക്ക് സാങ്കേതിക വിദ്യ ഒരു ഫുൾ കോട്ട് മാഗ്നറ്റിക് 35 mm ഫിലിമിൽ 7 പ്രത്യേക ശബ്ദ ട്രാക്കുകൾ രേഖപ്പെടുത്തി. ശബ്ദം ക്യാപ്ചർ ചെയ്യാൻ 35 mm ഫിലിമിന്റെ പ്രത്യേക സ്ട്രിപ്പും 7 ട്രാക്ക് സ്റ്റീരിയോ സൗണ്ട് പുനഃസൃഷ്ടിക്കാൻ പ്രത്യേക പ്രൊജക്ടറും സിനിരാമ ഉപയോഗിച്ചു. വളഞ്ഞ സ്ക്രീനിന്റെ പൂർണ്ണ വീതിക്കു പിറകിൽ മാത്രമല്ല, പ്രേക്ഷകരുടെ പിറകിലും വശങ്ങളിലും സ്പീക്കറുകൾ സ്ഥാപിച്ചു. ഇത് ലോകത്തിന് സറൗണ്ട് സൗണ്ടിന്റെ ആദ്യത്തെ യഥാർത്ഥ അനുഭവം നൽകി. അതുവരെ ഉണ്ടായിരുന്ന ഒപ്റ്റിക്കൽ ഫിലിം ട്രാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കുകളാണ് സിനിരാമയിൽ ഉപയോഗിച്ചത്. സ്ക്രീനിനു പിറകിൽ 5 പ്രധാന ചാനലുകൾ, തിയേറ്ററിന്റെ പിൻഭാഗത്ത് 2 സറൗണ്ട് ചാനലുകൾ, കൂടാതെ ആംബെക്സ് കമ്പനി നിർമ്മിച്ച പ്രത്യേക തരത്തിലുള്ള 4 മെഷീനുകൾ ഉപയോഗിച്ച് ഓഡിയോയെ വീഡിയോയുമായി സമന്വയിപ്പിച്ചു. എന്നാൽ ഈ ടെക്നോളജിക്കും പല പോരായ്മകളും ഉണ്ടായിരുന്നു. ഈ ടെക്നോളജി ഉപയോഗിച്ച് സിനിമ ചിത്രീകരിക്കുന്നതിന് വേണ്ടി 3 ഫിലിമുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അത് ഇതിന്റെ ചിലവ് വർദ്ധിപ്പിച്ചു. മാത്രമല്ല, തിയേറ്ററിലെ 3 പ്രൊജക്ടറിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം വന്നാൽ പ്രദർശനം മുഴുവനായി നിർത്തേണ്ടി വരും. അതുപോലെ 3 പ്രൊജക്ടറുകളിൽ നിന്നുള്ള 3 ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഒന്നിച്ചു ചേരുന്ന ഭാഗങ്ങളിൽ ചെറിയൊരു മങ്ങിയ ലൈൻ ദൃശ്യമായിരുന്നു. സാധാരണ രീതിയിലുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി പ്രൊജക്ഷൻ മുറിയിൽ 3-ൽ കൂടുതൽ ടെക്നീഷ്യന്മാരെയും ആവശ്യമായി വന്നു. ഒടുവിൽ സിനിമാ രംഗത്തെ ഓഡിയോ വീഡിയോ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഈ ടെക്നോളജിയും മെല്ലെ വിട പറഞ്ഞു. എങ്കിലും പിന്നീട് നിലവിൽ വന്ന വൈഡ് സ്ക്രീൻ സിനിമാ ടെക്നോളജിയും സറൗണ്ട് ഓഡിയോ ടെക്നോളജികളും എല്ലാം സിനിരാമയിൽ നിന്ന് പ്രചോദനം നേടിയിട്ടുണ്ട്. ഇതേ സമയത്താണ് സിനിമാസ്കോപ്പ് എന്ന മറ്റൊരു സിനിമാ ടെക്നോളജി രംഗത്ത് വരുന്നത്. 1953കളിലായിരുന്നു ഇത്. അനാമോർഫിക് ലെൻസുകളുടെ സവിശേഷതകളെയാണ് സിനിമാസ്കോപ്പ് ടെക്നോളജി ആശ്രയിച്ചത്. ഫ്രഞ്ചുകാരനായ ഹെൻറി ക്രെറ്റിയൻ വികസിപ്പിച്ചെടുത്ത ഒരു അനാമോർഫോസ്കോപ്പ് ലെൻസിന്റെ ലളിതമായ ഒരു മെച്ചപ്പെടുത്തലാണ് സിനിമാസ്കോപ്പ് എന്ന് പറയാം. സിനിമയുടെ ചിത്രീകരണ സമയത്ത് സാധാരണ ക്യാമറ ലെൻസിന് മുമ്പായി അനാമോർഫോസ്കോപ്പ് ലെൻസ് ഘടിപ്പിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വിശാലമായ വൈഡ് ദൃശ്യങ്ങൾ ക്യാമറയുടെ ലെൻസിലേക്ക് എത്തുന്നു. ക്യാമറയുടെ ലെൻസിലേക്ക് എത്തുമ്പോൾ അത് കംപ്രസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കംപ്രസ് ചെയ്യപ്പെട്ട ഒരു ദൃശ്യമാണ് ക്യാമറ ലെൻസിന്റെ പുറകിലുള്ള ഫിലിമിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. ഈ സംവിധാനത്തിലൂടെ ചിത്രീകരിച്ച സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് പ്രൊജക്ഷൻ യൂണിറ്റിൽ പ്രൊജക്ടർ ലെൻസിന് മുമ്പായി സ്ഥാപിച്ചിരിക്കുന്ന മറ്റൊരു അനാമോർഫോസ്കോപ്പിലൂടെ ദൃശ്യം കടന്നുപോകുമ്പോൾ കംപ്രസ് ചെയ്യപ്പെട്ട ചിത്രം വൈഡ് രൂപത്തിൽ പൂർണ്ണമായും സ്ക്രീനിലേക്ക് എത്തുന്നു. ഒരു ക്യാമറ മാത്രം ഉപയോഗിച്ച് സിംഗിൾ 35 mm ഫിലിമിൽ തന്നെ സിനിമ റെക്കോർഡ് ചെയ്യാം എന്ന മെച്ചം സിനിമാസ്കോപ്പ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ദൃശ്യം പ്രദർശിപ്പിക്കാൻ ഒരു പ്രൊജക്ടർ മാത്രം മതിയാകും. ദൃശ്യത്തോടൊപ്പം തന്നെ ശബ്ദത്തിനും സിനിമാസ്കോപ്പിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ ഫിലിമിൽ 6 ഓഡിയോ ട്രാക്കുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ 4 മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കുകളും 2 ഒപ്റ്റിക്കൽ ഓഡിയോ ട്രാക്കുകളുമാണ് ഉള്ളത്. ഈ ഭാഗത്ത് ലെഫ്റ്റ് മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കും ഈ ഭാഗത്ത് റൈറ്റ് മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കും കാണാം. ഈ ഭാഗത്ത് ഇവിടെ കാണുന്നതാണ് സെന്റർ മാഗ്നറ്റിക് ഓഡിയോ ട്രാക്ക്. ഇവിടെയായി മറ്റൊരു മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കും കാണാം. ഇതിനെല്ലാം പുറമെ ഇവിടെ 2 ഒപ്റ്റിക്കൽ ഓഡിയോ ട്രാക്കുകളും നൽകിയിട്ടുണ്ട്. സിനിമാസ്കോപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമായി 4 ട്രാക്ക് മാഗ്നറ്റിക് സൗണ്ട് അവതരിപ്പിച്ചിരുന്നുവെങ്കിലും ഈ സാങ്കേതിക വിദ്യകളെല്ലാം ചിലവേറിയതും സങ്കീർണവുമായിരുന്നു. 1960കൾ ആയപ്പോഴേക്കും ഈ രീതിയിലുള്ള സറൗണ്ട് ഓഡിയോ സംവിധാനവും ഇല്ലാതാകാൻ തുടങ്ങി. ആ സമയത്ത് സിനിരാമയിൽ നിന്നും സിനിമാസ്കോപ്പിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വൈഡ് സ്ക്രീൻ സിനിമകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം 70
mm ഫിലിം റെക്കോർഡിംഗ് നിലവിൽ വന്നിരുന്നു. സിനിരാമ പോലെയോ സിനിമാസ്കോപ്പ് പോലെയോ സങ്കീർണമായിരുന്നില്ല 70mm ഫോർമാറ്റ്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ പല സിനിമകളും 70mm ഫോർമാറ്റിലേക്ക് മാറാൻ തുടങ്ങി. സിനിമാസ്കോപ്പിലെ 4 എണ്ണത്തിന് പകരം 6 മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കുകൾ 70mm ഫിലിമിലേക്ക് ചേർക്കാൻ സാധിച്ചു. ഈ 6 ഓഡിയോ ട്രാക്കുകളിൽ 5 എണ്ണം സ്ക്രീനിനു പിറകിൽ ഫ്രണ്ട് ലെഫ്റ്റ്, ലെഫ്റ്റ് സെന്റർ, സെന്റർ, ഫ്രണ്ട് റൈറ്റ്, റൈറ്റ് സെന്റർ എന്നിങ്ങനെ നിശ്ചിത അകലത്തിലുള്ള 5 സ്പീക്കറുകൾക്കും 6ാമത്തേത് ഓഡിറ്റോറിയത്തിന്റെ ചുവരുകൾക്ക് ചുറ്റുമുള്ള സ്പീക്കറുകൾക്കും ശബ്ദം നൽകാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ മൈക്ക് ടാഡ് എന്ന സിനിമാ നിർമ്മാതാവ് കണ്ടെത്തിയ ടാഡ് AO എന്ന് പേരിട്ട 6 ട്രാക്ക് സറൗണ്ട് ഓഡിയോ ഉൾക്കൊള്ളിച്ച വൈഡ് സ്ക്രീൻ കേർവ്ഡ് സിനിമാ ഫോർമാറ്റും അന്ന് നിലവിലുണ്ടായിരുന്നു. ഇതുപോലെ മറ്റു ചില ഫോർമാറ്റുകളും അന്ന് നിലവിൽ വന്നെങ്കിലും ഭൂരിഭാഗം സിനിമകളും 35mm ഫിലിമിൽ മോണോ ഒപ്റ്റിക്കൽ സൗണ്ട് ട്രാക്കുകൾ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചത്. ആ സമയത്ത് റേ ഡോൾബി എന്ന ഓഡിയോ പ്രേമി ഫിലിമിൽ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദത്തോടൊപ്പം രൂപപ്പെടുന്ന അനാവശ്യ നോയ്സുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെങ്ങനെ ഇല്ലാതാക്കാം എന്ന ചിന്ത റേ ഡോൾബിയിൽ രൂപപ്പെട്ടു. റേ ഡോൾബിയുടെ ചരിത്രം മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. റേ ഡോൾബി കമ്പനി സ്ഥാപിച്ചു. പിന്നീട് സിനിമ ശബ്ദമേഖലയിൽ കാര്യമായ സംഭാവനയാണ് ഡോൾബി കമ്പനി നൽകിയത്. ഫിലിമുകളിലെ നോയ്സ് കുറക്കാൻ ഉപയോഗിക്കുന്ന നോയ്സ് റിഡക്ഷൻ സിസ്റ്റം അടക്കം പല കണ്ടുപിടുത്തങ്ങളും ഡോൾബി കമ്പനി നടത്തി. ഫിലിമിൽ സറൗണ്ട് ഓഡിയോ ട്രാക്കുകൾ രേഖപ്പെടുത്താനും പ്ലേ ചെയ്യാനുമുള്ള ഡോൾബി സ്റ്റീരിയോ എന്ന് പേരിട്ട സാങ്കേതിക വിദ്യ ഡോൾബി കമ്പനി അവതരിപ്പിക്കുകയാണ്. ഡോൾബി സ്റ്റീരിയോ എന്നത് ഒരു വാണിജ്യ നാമം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു സറൗണ്ട് ഓഡിയോ സംവിധാനമായിരുന്നു. 1976 ഡോൾബി സ്റ്റീരിയോ എന്ന പേരിൽ 4 ചാനൽ ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യയോടെ ഡോൾബി ലബോറട്ടറി ഇത് അവതരിപ്പിച്ചത്. പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പശ്ചാത്തല നോയ്സ് കുറക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. 35mm ഫിലിമിന് വേണ്ടി 4 ചാനൽ ഒപ്റ്റിക്കൽ സൗണ്ട് ട്രാക്കുകളാണ് ഡോൾബി ഉപയോഗിച്ചത്. എന്നാൽ 70mm ഫിലിമിന് വേണ്ടി 6 ചാനൽ മാഗ്നറ്റിക് സൗണ്ട് ട്രാക്കുകളാണ് ഡോൾബി സ്റ്റീരിയോയിൽ ഉപയോഗിച്ചത്. 1977 പുറത്തിറങ്ങിയ സ്റ്റാർ വാർസ് എന്ന സിനിമാ റിലീസിലൂടെയാണ് ഡോൾബിയുടെ ഈ സറൗണ്ട് സൗണ്ട് സാങ്കേതിക വിദ്യ അറിയപ്പെടാൻ തുടങ്ങിയത്. സ്റ്റാർ വാർസ് എന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ മാത്രമായിരുന്നില്ല, ചലനചിത്രങ്ങളെ സ്വാധീനിക്കുന്ന പുതിയ തരം ശബ്ദ ഫോർമാറ്റ് കൊണ്ടുവന്ന ചിത്രം കൂടിയായിരുന്നു. 4 ചാനൽ സൗണ്ട് ട്രാക്കുകൾ ഒപ്റ്റിക്കലായി ഫിലിമിൽ എത്തിക്കുന്നതിനുള്ള ഒരു മാർഗം ഡോൾബി സൃഷ്ടിച്ചു. നോയ്സ് റിഡക്ഷൻ ടെക്നോളജിയിലെ അവരുടെ അനുഭവത്തിലൂടെ ഫിലിമിൽ ഒപ്റ്റിക്കൽ മോണോ ട്രാക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് 2 ഒപ്റ്റിക്കൽ ചാനലുകൾ സ്ഥാപിക്കാൻ ഡോൾബിക്ക് സാധിച്ചു. പിന്നീട് അവർ ഒരു സെന്റർ ചാനൽ ട്രാക്കും ഒരു സറൗണ്ട് ചാനൽ ട്രാക്കും ലെഫ്റ്റും റൈറ്റുമായി ഒപ്റ്റിക്കൽ ട്രാക്കുകളിലേക്ക് അവർ രേഖപ്പെടുത്തി. തിയേറ്ററിൽ ഡീകോഡ് ചെയ്തപ്പോൾ സിസ്റ്റം 3 സ്ക്രീൻ ചാനലുകളും ഒരു സറൗണ്ട് ഓഡിയോയും നൽകി. 80കളുടെ മധ്യത്തോടെ മിക്കവാറും എല്ലാ വാണിജ്യ റിലീസുകളും 4 ചാനൽ ഡോൾബി സ്റ്റീരിയോ ശബ്ദത്തിലായിരുന്നു. സ്റ്റാർ വാർസ് എന്ന സിനിമയുടെ വമ്പൻ വിജയം തിയേറ്റർ ഉടമകളെ അവരുടെ സൗണ്ട് ഉപകരണങ്ങളെല്ലാം ഡോൾബി സ്റ്റീരിയോ നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്രചോദിപ്പിച്ചു. മറ്റു സിനിമാ നിർമ്മാതാക്കളും സ്റ്റുഡിയോകളും എല്ലാം ഡോൾബിയുടെ ഈ സൗണ്ട് ഫോർമാറ്റ് സ്വീകരിക്കാൻ തുടങ്ങി. 1980കളിൽ ഉടനീളം കൂടുതൽ സിനിമകൾ ഡോൾബി സ്റ്റീരിയോ സറൗണ്ട് സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ തുടങ്ങി. പഴയ രീതിയിലുള്ള ഓഡിയോ സിസ്റ്റത്തെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു ഡോൾബി സ്റ്റീരിയോയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. മോണോ സൗണ്ട് ഉള്ള പഴയ തിയേറ്റർ മുതൽ ഡോൾബി സ്റ്റീരിയോ സജ്ജീകരിച്ച തിയേറ്ററിൽ വരെ സിനിമയുടെ പ്രിന്റ് എവിടെയും പ്ലേ ചെയ്യാം. ഇത് കാരണം സിനിമാ മേഖല ഡോൾബി സ്റ്റീരിയോയെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിച്ചു. ആ സമയത്ത് തന്നെ 70mm റിലീസ് പ്രിന്റുകളിലെ 6 ട്രാക്ക് മാഗ്നറ്റിക് ഓഡിയോയെ ഡോൾബി കൈവിട്ടില്ല. സിനിമാ ശബ്ദമേഖലയിലെ ഡോൾബിയുടെ ഇടപെടൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മാഗ്നറ്റിക് സൗണ്ട് സിസ്റ്റത്തിന്റെ ശുദ്ധീകരണത്തിലേക്കും നയിച്ചു. നേരത്തെ പറഞ്ഞ 6 മാഗ്നറ്റിക് ഓഡിയോ ട്രാക്കുകളിൽ ലെഫ്റ്റ് സെന്റർ ട്രാക്കും റൈറ്റ് സെന്റർ ട്രാക്കും ഉണ്ടായിരുന്നല്ലോ. ആ ട്രാക്കുകൾ കാര്യമായ ഉപയോഗമില്ലാത്തവയായിരുന്നുവെന്ന് ഡോൾബി മനസ്സിലാക്കി. തുടക്കത്തിൽ 1975 ഡോൾബി ആ 2 ട്രാക്കുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക സബ്വൂഫർ ട്രാക്ക് സൃഷ്ടിച്ചു. അതന്ന് ബൂം ട്രാക്ക് എന്നാണ് അറിയപ്പെട്ടത്. സബ്വൂഫർ സിസ്റ്റത്തിനായി പ്രത്യേകം വേർതിരിച്ച ചാനൽ നൽകുന്നതിലൂടെ നിലവിലുള്ള സ്പീക്കറുകൾക്ക് കാര്യമായ പവർ കൊടുക്കാതെ ക്രോസ് ഓവർ ഇല്ലാതെ സിസ്റ്റത്തിന്റെ ബേസ് വളരെയധികം വിപുലീകരിക്കാൻ സാധിച്ചു. പിന്നീട് അവർ സ്റ്റീരിയോ സറൗണ്ടുകൾക്ക് വേണ്ടി ലെഫ്റ്റ് സറൗണ്ടും റൈറ്റ് സറൗണ്ടും അതേ 2 ട്രാക്കുകളുടെ മുകളിലെ ബാൻഡ് വിഡ്ത്താണ് ഉപയോഗിച്ചത്. ഡോൾബി സ്റ്റീരിയോ 70mm സൗണ്ട് ട്രാക്കിനൊപ്പം പുറത്തിറങ്ങിയ ആദ്യത്തെ ഫീച്ചർ ഫിലിം 1979 അപ്പോക്കലിപ്സ് നൗ ആയിരുന്നു.
1982 കേരളത്തിൽ നവോദയ പിക്ചേഴ്സ് പുറത്തിറക്കിയ പടയോട്ടം എന്ന സിനിമ 70mm ഫിലിമിൽ ചിത്രീകരിച്ച 6 ട്രാക്ക് ഓഡിയോ ഉപയോഗിച്ച ആദ്യത്തെ മലയാള സിനിമയായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമയായി ഷോലെ എന്ന അമിതാഭ് ബച്ചൻ സിനിമയാണ് അറിയപ്പെടാറുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 70mm സിനിമ ചിത്രീകരിക്കാനുള്ള 65mm ക്യാമറ അന്ന് ഇന്ത്യയിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഷോലെ എന്ന ഹിന്ദി സിനിമ സിനിമാസ്കോപ്പ് രീതിയിലാണ് ചിത്രീകരിച്ചത്. പിന്നീട് ലണ്ടനിൽ കൊണ്ടുപോയി 70mm ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പടയോട്ടം എന്ന മലയാള സിനിമയും സിനിമാസ്കോപ്പിൽ തന്നെയാണ് ചിത്രീകരിച്ചത്. എന്നാൽ ഇത് 70mmലേക്ക് മാറ്റാനുള്ള പ്രോസസ് നടന്നത് ചെന്നൈ പ്രസാദ് ലാബ്സിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി നോക്കിയാൽ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ തദ്ദേശീയ 70mm സിനിമ പടയോട്ടമാണ്. അന്ന് നവോദയ പുറത്തിറക്കിയ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു. അതിലെ ഒരു ഭാഗമാണിത്. ഇവിടെ 70mm ഫിലിമിൽ 6 മാഗ്നറ്റിക് ട്രാക്കുകളിലായി രേഖപ്പെടുത്തപ്പെട്ട ശബ്ദ തരംഗങ്ങൾ തിയേറ്ററിലെ ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫിലിമിന്റെ ഇടതുഭാഗത്ത് നിന്നാണ് മാഗ്നറ്റിക് ശബ്ദ ട്രാക്കുകൾ ആരംഭിക്കുന്നത്. ചുവന്ന കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആദ്യ ട്രാക്ക് തിയേറ്ററിലെ ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കർ ട്രാക്ക് ആയിരുന്നു. പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയ ഈ ട്രാക്ക് ലെഫ്റ്റ് സെന്റർ സ്പീക്കറിന് വേണ്ടിയുള്ളതായിരുന്നു. നീല നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഓഡിയോ ട്രാക്ക് സെന്റർ ചാനലിന് വേണ്ടിയുള്ളതാണ്. ഈ 4ാമത്തെ ട്രാക്ക് റൈറ്റ് സെന്റർ സ്പീക്കറിനും നൽകി. ഫിലിമിന്റെ വലതുഭാഗത്ത് കാണുന്ന ഈ ട്രാക്കാണ് ഫ്രണ്ട് റൈറ്റ് ചാനലിന് നൽകിയിരിക്കുന്നത്. യെല്ലോ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്തെ ട്രാക്ക് തിയേറ്ററിലെ മുഴുവൻ സൈഡ് സ്പീക്കറുകൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സറൗണ്ട് ഓഡിയോ സംവിധാനമടങ്ങിയ ഒരു 70mm വൈഡ് സിനിമ നമ്മുടെ മലയാള ഭാഷയിൽ പുറത്തിറങ്ങി എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. പ്രത്യേകമായി സജ്ജീകരിച്ച സിനിമാ തിയേറ്ററുകളിൽ ഫിലിം സൗണ്ട് ട്രാക്കുകളുടെ ഉയർന്ന നിലവാരമുള്ള പ്ലേബാക്ക് ഉറപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത സാങ്കേതിക മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1987 ഡോൾബി സ്റ്റീരിയോ SR അഥവാ ഡോൾബി സ്റ്റീരിയോ സ്പെക്ട്രൽ റെക്കോർഡിംഗ് അവതരിപ്പിച്ചു. ഇതിലൂടെ ഒപ്റ്റിക്കൽ അനലോഗ് ശബ്ദം മെച്ചപ്പെടുത്തുന്നത് ഡോൾബി തുടർന്നു. 1990കളുടെ കാലഘട്ടത്തിൽ ഡോൾബിയുടെ നേതൃത്വത്തിലുള്ള ഈ ടെക്നോളജികൾ അതിവേഗം വികസിക്കാൻ തുടങ്ങി. 1992 ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ പുറത്തിറക്കി. ഡോൾബി AC3 എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഡോൾബി ഓഡിയോ കോഡിംഗ് 3 എന്നതിന്റെ ചുരുക്കരൂപമാണ് ഡോൾബി AC3. ഇതോടുകൂടി സിനിമാ സറൗണ്ട് ഓഡിയോ സംവിധാനം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. ഈ സിസ്റ്റം വന്നതോടുകൂടി ഒരു ഫിലിമിന്റെ ഒപ്റ്റിക്കൽ ട്രാക്കുകളിൽ ഓഡിയോ വിവരങ്ങൾ എൻകോഡ് ചെയ്തു. പക്ഷേ ഈ ഓഡിയോ വിവരങ്ങൾ അനലോഗിനു പകരം ഡിജിറ്റൽ ഫോർമാറ്റിലായിരുന്നു. പ്രത്യേക ഡീകോഡറുകൾ ഉപയോഗിച്ച് ഈ ഡിജിറ്റൽ വിവരങ്ങൾ വിവർത്തനം ചെയ്ത് അനലോഗ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഡോൾബി ഡിജിറ്റൽ കൂടുതൽ ചാനലുകളും അവതരിപ്പിച്ചു. ഇതിനെയാണ് ഡോൾബി ഡിജിറ്റൽ 5.1 സറൗണ്ട് ഓഡിയോ സിസ്റ്റം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ തന്നെ 1993 ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റംസ് എന്ന കമ്പനി DTS സറൗണ്ട് സൗണ്ട് സാങ്കേതികവിദ്യ അവതരിപ്പിച്ചു. ഡോൾബി ഡിജിറ്റൽ പോലെ തന്നെ DTSും ഒരു ഡിജിറ്റൽ 5.1 സംവിധാനമായിരുന്നു. എന്നാൽ ഡോൾബി ഡിജിറ്റലിൽ നിന്ന് വ്യത്യസ്തമായി DTS കമ്പനി ഓഡിയോ ചാനലുകളെ CD-യിലാണ് റെക്കോർഡ് ചെയ്തത്. 1993 പുറത്തിറങ്ങിയ ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ് ആദ്യത്തെ DTS സിനിമ. അതോടൊപ്പം തന്നെ 1993 മൂന്നാമതൊരു കമ്പനി കൂടി ഈ സറൗണ്ട് സൗണ്ട് ഫ്രെയിമിലേക്ക് പ്രവേശിക്കുകയാണ്. സോണി ആയിരുന്നു അത്. സോണി വികസിപ്പിച്ചെടുത്ത സോണി ഡൈനാമിക് ഡിജിറ്റൽ സൗണ്ട് എന്ന സാങ്കേതിക വിദ്യ ഡോൾബി ഡിജിറ്റൽ പോലെയുള്ള ഒരു ഒപ്റ്റിക്കൽ സംവിധാനമായിരുന്നു. എന്നാൽ ഇതൊരു പ്രത്യേക സ്പീക്കർ സജ്ജീകരണ ഫോർമാറ്റ് ആയിരുന്നു. ഇതിൽ മുൻഭാഗത്ത് തന്നെ 5 ചാനലുകൾ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സെന്റർ റൈറ്റ് സെന്റർ റൈറ്റ് എന്നിങ്ങനെയുള്ള 5 ചാനലുകളും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സറൗണ്ട് ചാനലുകളും അതോടൊപ്പം ഒരു ലോ ഫ്രീക്വൻസി എഫക്റ്റ് ചാനലും. ഈ മൾട്ടിപ്പിൾ ഫ്രണ്ട് സ്പീക്കർ സിസ്റ്റം മികച്ച രീതിയിലുള്ള ഡയലോഗ് ഇമേജിംഗ് രൂപപ്പെടുത്തി. 1993 പുറത്തിറങ്ങിയ ദ ലാസ്റ്റ് ആക്ഷൻ ഹീറോ എന്ന സിനിമയാണ് സോണി ഫോർമാറ്റിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമ. 3 കമ്പനികൾ സിനിമാ ഓഡിയോ രംഗത്ത് സജീവമായതോടെ ഈ 3 ഓഡിയോ ടെക്നോളജികളെയും ഒരു ഫിലിമിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ഒരു ഫിലിം നിലവിൽ വന്നത്. ഡോൾബി ഓഡിയോ, സോണിയുടെ ഓഡിയോ, DTSന്റെ സാങ്കേതികവിദ്യ പ്രധാനപ്പെട്ട ഈ 3 ഓഡിയോ ഫോർമാറ്റുകളെ ഡിജിറ്റൽ രൂപത്തിലും ഒപ്റ്റിക്കൽ ട്രാക്കിനെ അനലോഗ് രൂപത്തിലും ഈ ഫിലിമിൽ രേഖപ്പെടുത്തി. ഇതാണ് ഈ ഫിലിമിലെ അനലോഗ് ശബ്ദ ട്രാക്ക്. ഇതൊരു ഒപ്റ്റിക്കൽ സ്റ്റീരിയോ ഓഡിയോ ട്രാക്കാണ്. ഈ അനലോഗ് ട്രാക്കിന്റെ ഇടതുവശത്തായി ഫിലിമിലെ സ്പ്രോക്കറ്റ് ഹോളുകൾക്ക് ഇടയിൽ ഒരു QR കോഡ് പോലെയുള്ള ഭാഗം കാണാം. ഇത് സൂം ചെയ്ത് നോക്കിയാൽ ഇതിന് നടുവിലായി ഡോൾബിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഇവിടെയുള്ളത്
ഡോൾബി AC3 ഫോർമാറ്റിലുള്ള ഡോൾബിയുടെ ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ ഇൻഫർമേഷനുകളാണ്. ഈ ഭാഗം സ്കാൻ ചെയ്ത് ഡീകോഡ് ചെയ്ത ശേഷം ഡിജിറ്റലിൽ നിന്നും അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഡോൾബി സറൗണ്ട് ഓഡിയോ ഫിലിമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഡോൾബിയുടെ ഈ ഓഡിയോ ഭാഗത്ത് നിന്നും മാറി 2 അരികുകളിലായി മറ്റൊരു ഏരിയ കൂടി കാണാം. ഈ ഭാഗത്താണ് സോണിയുടെ ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഹൈ ബിറ്റ് റേറ്റിലുള്ള 8 ചാനലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ വിവരങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് സോണിയുടെ ഡീകോഡർ ഉപകരണം സ്കാൻ ചെയ്ത് ഡിജിറ്റലിൽ നിന്നും അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് 8 ഓഡിയോ ചാനലുകളെയും ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനലോഗ് ഓഡിയോ ട്രാക്കിന്റെ വലത് ഭാഗത്തായി ഇവിടെ വെളുത്ത കുത്തുകൾ പോലെയുള്ള ഭാഗം കാണാം. ഇത് DTS ഓഡിയോക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭാഗമാണ്. പക്ഷേ ഈ ഭാഗം കാണുമ്പോൾ മറ്റു 2 ഓഡിയോ ഫോർമാറ്റുകളിൽ നിന്നും എന്തോ വ്യത്യാസം DTSന്റെ ഈ ഭാഗത്തിന് ഉള്ളതായി തോന്നാം. വളരെ ചെറിയ കുത്തുകൾ പോലെയുള്ള ഭാഗം, ഡാറ്റ ഇവിടെ ഇല്ലെന്ന തോന്നൽ. അത് ശരിയാണ്. ഇവിടെ DTS ഓഡിയോ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റ ഇല്ല. അതിനു പകരം ഒരു ടൈം കോഡാണ് DTS ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം DTSന്റെ 882 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡിൽ എൻകോഡ് ചെയ്യപ്പെട്ട 5.1 ഡിജിറ്റൽ ഓഡിയോ ഒരു പ്രത്യേക CD-യിലാണ് ഉള്ളത്. അപ്പോൾ ഫിലിമിലെ ഈ ഭാഗത്തെ ടൈം കോഡ് ഉപയോഗിച്ച് ഫ്രെയിമിന്റെ സമയം തിരിച്ചറിഞ്ഞ് ഡിസ്ക് പ്ലെയർ കൃത്യമായ ഓഡിയോ പ്ലേ ചെയ്യുന്നു. DTS സറൗണ്ട് ഓഡിയോയുടെ ശബ്ദം ഈ ഫിലിമിലില്ല. ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ വഴിയാണ് DTS ഓഡിയോ പ്ലേ ചെയ്യുന്നത്. ഫിലിമിലെ ഈ പ്രത്യേക ടൈം കോഡ് ട്രാക്ക് അതിനായി എക്സ്റ്റേണൽ ഹാർഡ്വെയറിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. 1999 ആയപ്പോൾ ഡോൾബി മറ്റൊരു സറൗണ്ട് സൗണ്ട് ടെക്നോളജി അവതരിപ്പിച്ചു. അതാണ് ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് EX എന്നറിയപ്പെട്ടത്. ഇതൊരു 6.1 ചാനൽ ഒപ്റ്റിക്കൽ സറൗണ്ട് സിസ്റ്റം ആയിരുന്നു. ഇതിൽ ഒരു റിയർ സറൗണ്ട് ചാനലാണ് ചേർക്കപ്പെട്ടത്. പിന്നീട് ഈ മേഖലയിലുണ്ടായ ശബ്ദ ടെക്നോളജികളുടെ പുതിയ വികാസങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡോൾബി അറ്റ്മോസ്, ഓറോ 3D തുടങ്ങിയ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അക്കാര്യങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സറൗണ്ട് ഓഡിയോ എന്ന ശബ്ദ സംവിധാനം പല രീതികളിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചലച്ചിത്ര രംഗത്ത് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഓഡിയോ രംഗത്ത് നിലവിൽ വന്ന ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഫലമായാണ് സറൗണ്ട് ഓഡിയോയുടെ മുഴുവൻ പ്രത്യേകതകളും വീടുകളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയത്. ഈ വിഷയത്തിൽ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും വ്യക്തമായ വിശദീകരണം ആവശ്യമുള്ളവയാണ്. വീഡിയോയുടെ വലിപ്പം കൂടുന്നതുകൊണ്ട് അവ പ്രത്യേകമായിട്ട് വിശദീകരിച്ചിട്ടില്ല. അവ ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകം ഭാഗങ്ങളായി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം.